കഴിഞ്ഞ 6 മാസം മുമ്പുള്ള രീതിയിൽ വാല്യൂ എടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ ഫ്യൂച്ചർ ഗ്രോത്ത്, ടോട്ടൽ ഇക്കണോമിക് ഗ്രോത്ത്, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരാനുള്ള സാഹചര്യം, ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരുന്നത്, FISന്റെ പാർട്ടിസിപ്പേഷൻ, ഗ്ലോബൽ മാർക്കറ്റ്, ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ വാല്യുവേഷൻ നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ പുതുതായിട്ട് ആളുകൾ വരേണ്ടത് ആവശ്യമാണ്. അവരൊരിക്കലും സ്പെക്കുലേഷന് പുറകെ പോകരുത്. കമ്പനിയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ കമ്പനിയുടെ പാർട്ടായി മാറുക എന്നുള്ളതാണ്. നമ്മളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു കാരണവശാലും നിങ്ങൾക്ക് റിട്ടേൺ നൽകില്ല, മൈനസ് റിട്ടേൺ നൽകുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് ആവശ്യം. ഇപ്പൊ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ റിസ്ക് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ അതുകൊണ്ടാണ് പ്രൂവൺ ബിസിനസ്സിന് പുറകെ പോകുന്നു, പക്ഷെ അതിന് കുറച്ച് പ്രീമിയം കൊടുക്കണം. കാരണം എന്താ? അവരാണല്ലോ ബിസിനസ് ചെയ്യുന്നത്, നമ്മളല്ലല്ലോ. നമ്മൾ ആ ബിസിനസിന്റെ പാർട്ടായി അത് എൻജോയ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്യുമ്പം അവിടെ കുറച്ച് റിസ്ക് നമ്മൾ എടുക്കണം. ആ റിസ്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാനേജ്മെന്റിന്റെ ട്രാക്ക് പരിശോധിക്കുന്നത്. അപ്പൊ അങ്ങനെ ട്രാക്ക് പരിശോധിച്ച് ഒരു പുതിയ ഇൻവെസ്റ്റർ വരുന്നത് എപ്പോഴും മാർക്കറ്റിൽ വെൽ സ്റ്റഡീഡ് ആയിട്ട് വരണം. ഒരു കാരണവശാലും ബ്രോക്കിംഗ് ഹൗസിൽ പോയിട്ട് അവിടെയുള്ള ഡീലറോ അവിടെയുള്ള സെയിൽസിലോ അവരുടെ ഒന്നും കാര്യങ്ങളോ അവർ പറയുന്നതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ റോങ് ഗൈഡൻസാണ് പലപ്പോഴും. ഞാനിത് പറയാൻ പാടില്ല, എന്നാലും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണിയാണ്. അത് ഒരു കാരണവശാലും മാനേജ് ചെയ്യാൻ വേറൊരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾക്ക് തന്നെ കണ്ടുപിടിക്കാം ഏത് സ്റ്റോക്ക് മേടിക്കണം. ജസ്റ്റ് നിങ്ങളൊന്ന് പുറത്തിറങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ചുറ്റും ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏത് കമ്പനിയുടെ പാർട്ടാകണം. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ഏത് ബിസിനസ് വേണമെങ്കിലും തുടങ്ങാം. ബാങ്കിങ് വേണോ, ഇൻഫ്രാസ്ട്രക്ചർ വേണോ, സോഫ്റ്റ്വെയർ വേണോ, ഏത് ബിസിനസ്സും തുടങ്ങാം. നമുക്ക് ഏത് സമയത്തും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഏത് സെക്ടറും തിരഞ്ഞെടുക്കാം, ഏത് പ്രൊമോട്ടറെയും, ഒരു സെക്ടറിൽ ഏത് പ്രൊമോട്ടറെ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും എക്സിറ്റ് ചെയ്ത് മാറാം. സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വെൽ സ്റ്റഡീഡ് ആയിരിക്കണം ഓരോ സ്റ്റോക്കിനെ കുറിച്ച്. അലക്സ്, ഇത്തരം റിസർച്ച് ഇത് എത്രത്തോളം സാധ്യമാവും? നമുക്കറിയാം, ബാങ്കിൽ നിക്ഷേപിച്ച് സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നാൽ മതി. ഇത് വാങ്ങുന്ന ഓഹരി, ആ കമ്പനി, അതിൻ്റെ പശ്ചാത്തലങ്ങളെല്ലാം ഒരു സാധാരണക്കാരൻ എങ്ങനെ പഠിക്കും? കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കുകയുണ്ടായി, എൻ്റെ കയ്യിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, വി-ഗാർഡ് ഉണ്ട്, ചൈനയിൽ എന്താ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഈ സ്റ്റോക്ക് എന്തിനാ താഴോട്ട് പോകുന്നത്? അപ്പം ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പഠിക്കും? ഇതാര് പഠിപ്പിക്കും? അതിൽ ഇൻവെസ്റ്റർ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മറ്റൊരു കാര്യം, സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ട്രേഡിങ്ങിലെ ഒരു താല്പര്യത്തിലേക്ക് കിടക്കുന്നത്. അത് ആ മേഖല എങ്ങനെ കാണാം? ഇതിൻ്റെ അത് ഓൾറെഡി ബുൻസർ അത് കവർ ചെയ്ത് കഴിഞ്ഞു. കാരണം 4 ഫാക്ടേഴ്സാണ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ. ഒന്ന്, എന്താണ് ബിസിനസ്, മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽസ്, വാല്യുവേഷൻ. ഈ 4 കാര്യങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ ഒരു റിട്ടേൺ വേണമെങ്കിൽ നമ്മൾ കുറച്ച് മെനക്കെടേണ്ടി വരും. അതല്ലാണ്ട് പറ്റില്ല. കാരണം ഞാൻ അതിലേക്ക് തന്നെ എത്താം. നമ്മുടെ നാട്ടിലെല്ലാവരും തന്നെ ട്രഡീഷണലി ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റും ഗോൾഡും വാങ്ങിക്കും, ശരിയല്ലേ? യാതൊരു സംശയമില്ലല്ലോ. ഈ റിയൽ എസ്റ്റേറ്റ് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ആ സ്ഥലം കാണാൻ എത്ര പ്രാവശ്യം പോകും? അതിൻ്റെ ആധാരം എത്ര പ്രാവശ്യം പരിശോധിക്കും? ആ പറയുന്ന ആ സ്ഥലത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കും, അല്ലേ? അങ്ങനെ റോഡ് വരുമോ, ഇവിടുത്തെ വരുമോ, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കും. പക്ഷെ അത് രക്തത്തിലുണ്ട്. പക്ഷെ ഇതൊരു പുതിയ വിഷയമാണ്, നമുക്ക് പഠിക്കണം, അത് ശ്രമിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പഠിക്കാൻ അത് ശ്രമം എടുക്കാണ്ട് നമുക്ക് റിട്ടേൺ കിട്ടില്ല. കാരണം ഇതും റിയൽ എസ്റ്റേറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. എനിക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് കയറി എനിക്ക് സമാധാനമായിട്ടിരുന്നാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഗോൾഡ് വാങ്ങിക്കണം, എല്ലാത്തിലും ആ ശ്രമം നമ്മളുണ്ട്. അപ്പം എന്തിനും ആ ഒരു ശ്രമം എടുക്കാണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ആ ശ്രമത്തിന്റെ മാർഗം വളരെ സിമ്പിളാണ്. ഓൾറെഡി ബുൻസാർ പറഞ്ഞു കഴിഞ്ഞു. എന്ത് ബിസിനസ് ഞാൻ വാങ്ങുന്ന, അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ മിസ്റ്റർ മോഹൻലാൽ പറഞ്ഞ വാക്കാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ, നമുക്കെല്ലാവരും പറയുന്നത്, എനിക്ക് ഇത്ര ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. സാധാരണ പറയാം, എനിക്ക് ഇന്ന സ്ഥലത്തൊരു വീടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്ഥലത്തൊരു പുരയിടമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകളെ അവിടെ കെട്ടിച്ചിരിക്കുന്നു. ഇങ്ങനത്തെ ഇതൊക്കെ പറയുന്നത് കൂടുതൽ ഇൻവെസ്റ്റിംഗ് ഫോർ ലെഗസീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് തലമുറകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാര്യങ്ങളിലാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുള്ളൂ, കേരളത്തിലെ ആൾക്കാർ പ്രത്യേകിച്ച്. അപ്പം അതിൽ പറയുമ്പോഴാണ് ഈ പറയുന്ന, ഞാൻ മിസ്റ്റർ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് അതിൻ്റെ അകത്ത്. ഞാൻ ഓടിക്കുന്ന കാറിൻ്റെ, ഞങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഓടിക്കുന്ന മാരുതിയുടെ ഷെയർ ഹോൾഡറാണെന്ന് ഞാനെന്നും, ഞാൻ ബാങ്ക് ചെയ്യുന്ന ഫെഡറൽ ബാങ്കിൻ്റെ ഷെയർ ഹോൾഡറാണ് ഞാനെന്നും പറയുന്ന കാലത്തിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല, അതിൻ്റെ അകത്തൊരു പ്രൈഡ് കാണണം.
അതിൻ്റെ അകത്ത് ഫെഡറൽ ബാങ്ക് ഞാൻ 150 രൂപയ്ക്കാണ് വാങ്ങിച്ചത് 10 രൂപയ്ക്കാണ് വാങ്ങിച്ചത് എന്നുള്ള ലോജിക്ക് അവൻ്റെ അകത്ത് വരുന്നില്ല. മനസ്സിലായില്ലേ? അതെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് ഫോർ ലെഗസീസ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ. കൂടുതൽ ആദ്യമായിട്ട് ചോദിക്കുന്നതുകൊണ്ട് ഈ ഫെഡറൽ ബാങ്കോ അല്ലെങ്കിൽ മാരുതിയോ അടുത്ത 20 കൊല്ലോ അല്ലെങ്കിൽ എൻ്റെ തലമുറകൾ കഴിയുമ്പോഴോ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം ചോദിക്കണം. ആ ചോദ്യം ചോദിച്ചേ പറ്റുള്ളൂ. ആ ചോദ്യം അത് ആൻസർ ചെയ്യാൻ പറ്റിയാൽ തന്നെ ആദ്യത്തെ ഡിസിഷൻ ആയി കഴിഞ്ഞു. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷൻ മാറിക്കഴിഞ്ഞു. കാരണം ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം ബിസിനസ്, മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽസ്, അതിലൊക്കെയാണ് കുറച്ച് സ്കില്ല് വേണ്ടത്. അതായത് എങ്ങനെയാണ് ഫിനാൻഷ്യൽസ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് കാരണം ബാലൻസ് ഷീറ്റ് റീഡ് ചെയ്യുക, അതിനൊക്കെ മേ ബി ഒബ്വിയസ്ലി അഡ്വൈസറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ആ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നോക്കിയാൽ മതി. അതാണ് ഫിനാൻഷ്യൽസ്. വാല്യുവേഷൻ എന്ന് പറയുന്നതിലാണ് എപ്പോഴും ആൾക്കാർ മിസ്റ്റേക്ക് ചെയ്യുന്നത്. എപ്പോഴും വാല്യുവേഷൻ എന്ന് പറയുന്നത് 200 രൂപ 100 രൂപ ആയിക്കഴിഞ്ഞാൽ അത് വാല്യൂ എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. അതല്ല പറയുന്നത്. വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ ഇസ് വാട്ട് യു ഗെറ്റ്, പ്രൈസ് ഇസ് വാട്ട് യു പേ. അത് ആ സ്ക്രീനിൽ കാണുന്ന നമ്പർ എന്ന് പറയുന്ന പ്രൈസ് നമ്മൾ പേ ചെയ്യണം. വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം 6 മാസം മുമ്പേ 200 ആയത് ഇന്നിപ്പോൾ 400 ആയിട്ടുണ്ടെങ്കിൽ 400 വാങ്ങിക്കണം, ഇനി 200 വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരിക്കലും കിട്ടിയെന്ന് വരില്ല, കിട്ടുന്ന നിർബന്ധമില്ല. പക്ഷേ 6 മാസം മുമ്പ് 200 ആയത് 100 ആയതുകൊണ്ട് ഇനി 200 ആവുമെന്ന് വിചാരിക്കാനും പറ്റില്ല. അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്നലെ ഞാൻ CNBC-യിലൊരു ഇത് മധു കേല റിലയൻസിൻ്റെ മധു കേല അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. 2007 കഥയാണ്. 2007 ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ദ ഹോൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, മാർക്കറ്റിലുള്ള ഫാർമസ്യൂട്ടിക്കൽ, അതായത് ലൂപ്പിൻ, ഓർബിന്ദ ഫാർമ, ഈ പറയുന്ന എല്ലാ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എല്ലാം കൂടെ അവരുടെ വാല്യുവേഷൻ എടുത്താൽ DLF-ന്റെ പകുതി വാല്യുവേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എല്ലാ റിയൽ എസ്റ്റേറ്റിന്റെ മുഴുവൻ കമ്പനികളും കൂട്ടി കെട്ടിത്തു കഴിഞ്ഞാൽ സൺഫാർമയുടെ വാല്യുവേഷനിലെത്തില്ല. അതായത് അത്രയും ചേഞ്ച് സംഭവിക്കുന്നത് ബിസിനസ്സിൽ വരുന്ന ചേഞ്ചാണ്. ആ ബിസിനസ്സിൽ വരുന്ന ചേഞ്ചാണ്. അതല്ലാണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ അല്ലെങ്കിൽ പ്രൈസിന്റെ മൂവ്മെന്റ് വെച്ചിട്ട് മാത്രമല്ല, ആ ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ എടുക്കാൻ മനസ്സിലാകണം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ എപ്പോഴും റിസർച്ച് എത്ര ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ ഇത് എത്ര നാൾ ഉണ്ടാവും ഉള്ള കടമ്പ കിടക്കണം. 2, വിജയ് നേരത്തെ പറഞ്ഞു, നമ്മൾ ലോജിക് എന്തിനാണ് ഉപയോഗിക്കേണ്ടത്, എന്ത് കാരണത്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റിംഗ്. ട്രേഡിംഗ് ഇതെല്ലാം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ തലവേദന എനിക്ക് വയ്യ, ഇതിലും രാവിലെ വാങ്ങി വൈകിട്ട് വിൽക്കുന്ന അതാണ് പോയാൽ പോരെ എന്ന് സ്വാഭാവികമായിട്ട് ആൾക്കാർക്കും ചിന്തിക്കുന്നത്. കാരണം സ്ക്രീനിൽ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് 100, 110, 120 ഇങ്ങനെ ഭയങ്കര എളുപ്പമാണ്, ടെംപ്റ്റിംഗ് ആണ്. പക്ഷേ ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാ ദിവസവും ഉള്ളത്. അപ്പോൾ ട്രേഡിംഗ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ട്രേഡിംഗ് ഉണ്ട്, പക്ഷെ ട്രേഡിംഗ് ചെയ്യാനും അതിന് പ്രൊഫഷണലിസം ഉണ്ട്. പക്ഷെ അത് നമ്മളെ പോലത്തെ റീറ്റെയിൽ ആൾക്കാർക്ക് അത് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രൊഫഷണലായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രൊഫഷണൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഇതിനെക്കുറിച്ചൊന്നും ബോധിക്കുന്നില്ല, ഞാൻ ആ സ്ക്രീനിനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ആ സ്ക്രീനിൻ്റെ അകത്ത് ചില ഡിസിപ്ലിൻസ് ഞാൻ ഉണ്ടാക്കും. ഇന്ന സംഭവിച്ചാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്ന സംഭവിച്ചാൽ ഇന്ന കാര്യങ്ങൾ. അപ്പോൾ ട്രേഡിങ്ങിൽ വരുമ്പോൾ ആദ്യം എടുക്കണ്ടേ, ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുമ്പോൾ എപ്പോഴും റിസ്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. എത്രയാണ് ആദ്യത്തെ റിസ്ക് എന്നുള്ള മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വരും. സാധാരണ ട്രേഡേഴ്സൊക്കെ ഇവർ വരുമ്പോൾ ബ്രാഞ്ചിൽ നിന്നൊക്കെ ഇവിടെ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കും, സാറേ ഒരു അക്കൗണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ ഇങ്ങനെ തന്നെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സാറേ 3 മാസം കൊണ്ട് 40%, എനിക്ക് റിയൽ എക്സാമ്പിളാണ്, 3 മാസം കൊണ്ട് 40% റിട്ടേൺ വരണം, 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, റിട്ടേൺ വേണം. ഇത് സാധാരണ ചോദ്യം. 3 മാസം കൊണ്ട് 40% റിട്ടേൺ വേണം, 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? എനിക്കൊരു മറുചോദ്യമുണ്ട്, എത്ര ലൂസ് ചെയ്യാൻ തയ്യാറാണ്? അത് പറയാം, അത് പറ്റില്ല, വലിയ പ്രയാസമാണ്. അങ്ങനെ ലൂസ് ചെയ്യാണ്ട് എങ്ങനെ റിട്ടേൺ ചെയ്യുക? അപ്പം പിന്നെ അദ്ദേഹം വന്നു ഒരു 5 ലക്ഷം രൂപ ലൂസ് ചെയ്യാം. ശരി, അപ്പോൾ ഞാനപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇട്ട് കൊടുത്തു, 5 ലക്ഷം രൂപ ലൂസ് ചെയ്യാൻ. അതായത് ഓപ്ഷൻസിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻസിൽ 5 ലക്ഷം രൂപ ലൂസ് ചെയ്യാൻ ഇട്ടു. 50 ലക്ഷം രൂപ കൊണ്ട് വന്ന ആളാണ്. ഓപ്ഷൻസിൽ ഇട്ട് കൊടുത്ത് 5 ലക്ഷം രൂപ ഉണ്ട്. ഏതോ ഭാഗ്യത്തിന് അങ്ങേരുടെ ഭാഗ്യം ഉള്ളതിന് അങ്ങേർക്ക് അത് ഗുണം കിട്ടി. അത് ഗുണം കിട്ടിയിട്ട് അങ്ങേര് പോയി. അത് ഭാഗ്യമാണ്. അത് അല്ല, വേറെ കാര്യമല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാര്യം എടുത്തു, അത് തിരിച്ചാ സംഭവിക്കുന്നെങ്കിൽ 5 ലക്ഷം രൂപ ഞാൻ ലോസ് എടുക്കാൻ തയ്യാറാവണം. അപ്പോൾ ട്രേഡ് ചെയ്യുമ്പോഴും ഒരു ഡിസിപ്ലിൻ ഇല്ലാണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ട്രേഡിംഗ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, എല്ലാത്തിനും അതിൻ്റെ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇത്തരം ലേണിംഗ്, പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്ററുടെ ഒരു പഠനം, അതിനുള്ള എത്രത്തോളം സൗകര്യങ്ങൾ ഉണ്ട്? ആരാണ് അതിനൊക്കെ മുൻകൈ എടുക്കുന്നത്? ഇതിനുള്ള ഓപ്ഷൻസ് എവിടെയൊക്കെയുണ്ട് സാധാരണ ഇൻവെസ്റ്റേഴ്സിന്? ഇപ്പം മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു സിനാരി നോക്കുകയാണെങ്കിൽ, ഇപ്പം നേരത്തെ ഭുവൻ സാറും അലക്സും പറഞ്ഞ പോലെ സ്റ്റോക്സിൽ
നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വേണ്ട രീതിയിലുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്റ്റോക്സിൽ വേണ്ടിയിട്ട് അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നോർമലി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും സേഫ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. കാര്യം വളരെ ലോവർ ചാർജസിൽ നമുക്കൊരു ലോങ് ടേം റിക്വയർമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഹെഡ്ജ് പോലത്തെ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള അഡ്വൈസേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ യു ക്യാൻ ബൈ ഇൻ ടു മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സിലും ഈ നമ്മൾ പറഞ്ഞ പോലെ ലോ റിസ്ക് തൊട്ടിട്ട് ഹൈ റിസ്ക് ആയിട്ടുള്ളവരുള്ള പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഇതിൽ ഒരു അഡ്വൈസറിൻ്റെ കൂടെ ഇരുന്നിട്ട് നമ്മളുടെ റിസ്ക് എന്താണ്, നമ്മളുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം വേണം ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം സെബിയുടെ റീസെൻറ്റ് ഇനീഷ്യേറ്റീവ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് അവയർനെസ് പ്രോഗ്രാംസ്. എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനീസും ഇൻവെസ്റ്റ്മെൻറ്റ് അവയർനെസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അതിലവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സെമിനാർസ് ആയിട്ട് നടത്തുന്നുമുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു 85% അസറ്റ്സും ടോപ്പ് 10 സിറ്റീസിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ കേരള പോലത്തെ കൊച്ചു സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും വളരെ അവയർനെസ് കുറവായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവയർനെസ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഹെഡ്ജോ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള കമ്പനീസിൻ്റെ അവയർനെസ് പ്രോഗ്രാംസ് വളരെ ധാരാളം അവൈലബിൾ ആണ് ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റ് വാച്ചിൻ്റെ ആ പ്രോഗ്രാം സമയത്തൊക്കെ ധാരാളം കത്ത് വരുന്നതിലൊരു പൊതു സ്വഭാവമുണ്ട്. അതായത് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കയറുന്നു, ഓരോ ദിവസവും വലിയ ഉയരത്തിലേക്ക് പോകുന്നു, പക്ഷേ എൻ്റെ സ്റ്റോക്കിന് ഒരു അനക്കവും ഇല്ല. ചിലത് താഴോട്ടാണ് പോകുന്നത്, അല്ല കയറുന്നില്ല. ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാർക്കും അതേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. കാരണം ഇപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളിൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറിയാണ് ക്ലാസിക് എക്സാമ്പിൾ. അതായത് DLF 2007 എന്തായിരുന്നു, 2013 അല്ലെങ്കിൽ 2014 DLF എന്താണ്, അതേസമയം ഫാർമസ്യൂട്ടിക്കൽ എന്ത് സംഭവിച്ചു. പ്രൈമറി പറയാനുള്ള കാര്യം അതിൻ്റെ ബിസിനസ് സ്വഭാവങ്ങളാണ്. ആ ബിസിനസ് സ്വഭാവങ്ങൾ മാറുന്നതിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണം. ഒരിക്കലും പിന്നെ എഗെയിൻ ഇതിൻ്റെ അകത്തൊരു ടൈം ഫ്രെയിം ഉണ്ട്. ഇന്നിപ്പം കാണുന്ന സിറ്റുവേഷൻ ആയിരിക്കണം എന്നല്ല അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ. തിരിച്ച് വീണ്ടും ഈ സൈക്കിൾ വരാൻ പാടില്ല എന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലോണ്ടുള്ള എത്രത്തോളം വിശ്വാസം ഉണ്ടെന്നുള്ളതാണ് വരുന്നത്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒബ്വിയസ്ലി നേരത്തെ ബുൻ സാർ പറഞ്ഞ പോലെ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഞാൻ വേറൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയാം. നമ്മൾ പലപ്പോഴും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഇട്ടു, കാര്യങ്ങളെടുത്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. നമുക്ക് എത്ര പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യാൻ പറ്റും? സിറ്റുവേഷനൊക്കെ ആകെ കുഴപ്പമായെന്ന് വിചാരിക്കുക. എന്തൊക്കെ കാരണം കൊണ്ട്, ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഇമ്പാക്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ടാക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട്, അല്ലെങ്കിൽ ചൈനയിൽ അവിടെ അത്ര ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, അത് പ്രൊഡ്യൂസ് ചെയ്യുകൊണ്ട് എൻ്റെ പ്രൊഡക്റ്റിന് ഇപ്പോൾ ആവശ്യമില്ല, പുറത്തുനിന്ന് വരുന്നു. നമുക്ക് എങ്കിൽ അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും എത്ര പെട്ടെന്ന് എനിക്ക് ആ സംഭവം ക്ലോസ് ചെയ്യാൻ പറ്റും, എനിക്ക് ആ സ്ഥാപനം അടച്ചുവിടാൻ പറ്റും? വളരെ പ്രയാസമാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇവിടെ മാർക്കറ്റിൽ നമുക്ക് ഒരു ബട്ടണിൽ അത് ക്ലോസ് ചെയ്യാൻ പറ്റും. അത് ക്ലോസ് ചെയ്യുക, വേറെ ബിസിനസ് തുടങ്ങാൻ പറ്റും. അപ്പോൾ ബിസിനസ് തുടങ്ങാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ പാർട്ടാവാണ് ആ ബിസിനസ്സിൽ. പിന്നെ പല ബിസിനസ്സുകളും ചെയ്യാം. ഒരു ബിസിനസ് മാത്രം, എനിക്കുള്ള എക്സ്പെർട്ടീസ് ഒരു ബിസിനസ്സിൽ മാത്രമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന ബിസിനസ് നല്ലതാണെന്ന് കാണുന്നുണ്ട്, അപ്പോൾ എനിക്ക് അടുത്ത ബിസിനസ് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്, അതിൻ്റെ അത് ചെയ്യാം, പല ബിസിനസ്സുകൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ ബിസിനസ്സും എല്ലാ സമയത്തും ശരിയാവുമോ? ഒരിക്കലും ആവില്ല. ബിസിനസ്സിൻ്റെ തന്നെ സൈക്കിൾസ് ഉണ്ടാവും. അപ്പോൾ അതേ സൈക്കിൾസ് ആണ് മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പല പോർട്ട്ഫോളിയോസും കുറഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം ഒന്നുകിൽ അത് ബിസിനസ് സൈക്കിളിൽ വരുന്ന മാറ്റങ്ങളായിരിക്കാം, അതാണ് പ്രൈമറിലി ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ചിലപ്പോൾ മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂ. നമ്മൾ രാവിലെ എണീറ്റിട്ട് സത്യം സ്കാം വരുന്നത് നമ്മൾ എവിടെന്നെങ്കിലും കാണാൻ പറ്റുമോ? ആർക്കും കാണാൻ പറ്റില്ല. വന്നിട്ട് രാവിലെ എഴുന്നിട്ട് ഒരു പ്രത്യേക കാര്യം പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊക്കെ എല്ലായിടത്തും സംഭവിക്കും. അത് ഇനിയും സംഭവിക്കാണ്ടിരിക്കുമെന്നും പറയാൻ പറ്റില്ല. അവിടേക്കാണ് ഈ പറഞ്ഞ ട്രാക്ക് റെക്കോർഡും പല കാര്യങ്ങളും പറഞ്ഞ്. ബട്ട് ഡോണ്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയുന്നതാണ്. ഇവിടെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഒരിടത്ത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴുള്ള പ്രയാസങ്ങളാണ്. അപ്പം പലപ്പോഴും രാകേഷ് ജുഞ്ചുംവാല കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്, എല്ലാവരും സക്സസ് സ്റ്റോറീസ് മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹം ചെയ്തിരിക്കുന്ന മിസ്റ്റേക്ക് ഒരെണ്ണം സക്സസ് ആണെങ്കിൽ 10 മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു സക്സസ് എൻ്റെ 10 മിസ്റ്റേക്കിനെയും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ
സ്പൈസ് ജെറ്റ് ഒരു മിസ്റ്റേക്ക് ആണോ ജിൻജുൻവാലയുടെ? അല്ല, അത് അദ്ദേഹത്തിന്റെ ഒരു കോളാണ്, അത് പറയാൻ പറ്റില്ല. ഹൂ നോസ്, അത് അദ്ദേഹത്തിന്റെ കോളാണ്. പിന്നെ ഒബ്വിയസ്ലി അത് അദ്ദേഹം ഇപ്പൊ ഡിസ്ക്ലോസ് ചെയ്യില്ല, കഴിഞ്ഞ് വന്നിട്ടേ അയാൾ ഡിസ്ക്ലോസ് ചെയ്യുള്ളൂ. ഇപ്പം മാർക്കറ്റിൽ രാകേഷ് ജിൻജുൻവാല എന്തെങ്കിലും ഒരെണ്ണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ആഘോഷമാണ്. പലരും അനുകരിക്കും, എല്ലാവരും അനുകരിക്കും, അത് ആഘോഷമാണ്. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നതാണ്, ഒരു ശരി ഉണ്ടാവും, 10 മിസ്റ്റേക്ക് ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കില്ല. പക്ഷെ ആ ഒരു ശരി എൻ്റെ 10നെ കവർ ചെയ്യാൻ സാധിക്കും, അതാണ് സത്യം. അതുകൊണ്ട് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ മാനേജർ അതെങ്ങനെ നല്ല രീതിയിൽ നമുക്കത് കണ്ടെത്താൻ പറ്റും? ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? സാധാരണഗതിയിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഒരു പോർട്ട്ഫോളിയോ ജനറേഷൻ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ഡിസിഷനാണ്. ഒരു ഇൻഡിവിജ്വൽ ഫണ്ട് മാനേജറായിട്ട് ഡിസൈഡ് ചെയ്യുന്നതല്ല. ഒരു ഇൻവെസ്റ്റ്മെന്റ് ടീമുണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ് തന്നെയാണെങ്കിൽ ഓരോ സെക്ടേഴ്സിനും സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ്. അവർ ആ ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ വർഷങ്ങളോളം സ്പെഷ്യലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു പെർട്ടിക്കുലർ സെക്ടറിന്റെ